ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നേ. അങ്ങനെ 2 ആഴ്ച അടുപ്പിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി തന്നെയായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന പാടെ തന്നെ രജിസ്റ്റർ ബുക്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ സിഗ്നേച്ചർ ഒക്കെ ഇട്ടു. ഞങ്ങളുടെ ഈ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന്റെ ലാസ്റ്റ് സിഗ്നേച്ചർ ആണ് ഞങ്ങൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഈ പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് OPD-യിലായിരുന്നു. അന്നത്തെ ദിവസം OPD പേഷ്യന്റ് ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ലേറ്റ് ആയിട്ടായിരുന്നു കോഫി ബ്രേക്കിന് വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തി. ഇതാണ് ഞാൻ വർക്ക് ചെയ്യണ OPD. ഞാൻ വർക്ക് ചെയ്യുന്നത് OPD 2-ലാണ്. ഇവിടെ വളരെ തിരക്ക് കുറവാണ്. OPD 1-ലായിരിക്കും ഭയങ്കരമായിട്ട് തിരക്കുള്ളത്. ഞങ്ങളെപ്പോലുള്ള നഴ്സിംഗ് സ്റ്റുഡൻസിനൊന്നും OPD-യിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അധികം കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടില്ല. നമുക്ക് കോൺവെർസേഷൻ സ്കില്ല് കുറച്ചുകൂടെ അധികമാക്കാൻ പറ്റും, അത്രയൊക്കെ ഉള്ളൂ. അത് മാത്രമല്ല അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഒക്കെ വൈറ്റൽസ് എടുക്കുക, പിന്നെ ഡോക്ടേഴ്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് അവർ എക്സാമിൻ ചെയ്തിട്ടുള്ള ആ ബെഡും ബെഡ്ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുക, ഇതൊക്കെയാണ് പണി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാം മനസ്സിൽ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന്. എന്തായാലും ഞങ്ങളുടെ പോസ്റ്റിംഗ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി ആ ഷോപ്പിലൊന്നും കയറാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ലാഭത്തിന് കിട്ടിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടി പോന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫസ്റ്റ് ഇയർ വന്ന തൊട്ട് എൻ്റെ ഈ 4th ഇയർ വരെ എനിക്ക് ഒരുപാടധികം മെമ്മറീസ് വന്നിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗിന് വന്നതിന് ശേഷമാണ് എങ്ങനെയൊക്കെയാണ് നഴ്സിംഗ് ലൈഫ്, എങ്ങനെയൊക്കെയാണ് ഒരു നഴ്സ് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനോട് സംസാരിക്കുന്നത്, ഇതെല്ലാം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചിട്ടുള്ളത്. ഈ 4 വർഷത്തിനിടയിൽ ഞാൻ ഇവിടെ പോസ്റ്റിംഗിന് വരുന്ന എല്ലാ ടൈമിലും എന്നെ സന്തോഷിപ്പിച്ചതും കരയിപ്പിച്ചതായിട്ടുള്ള കുറെ അധികം മെമ്മറീസ് എനിക്കുണ്ട്. എന്തായാലും ഞങ്ങളെപ്പോലെ ഈ നഴ്സിംഗ് ജോബ് എടുത്തവർക്ക് സ്റ്റുഡന്റ് നഴ്സ് ആയാലും നഴ്സ് ആയാലും നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.